നമുക്ക് ബാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗോമതിയുടെ ഡാൻസ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷിയും ഇത്രയൊക്കെ പറഞ്ഞു, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, അമ്മ നന്നായിട്ട് കളിക്കുന്നുണ്ട്, അപ്പൊ അമ്മയുടെ ഒരു ഡാൻസ് വേണമെന്ന് പറയാണ്. അപ്പൊ ഗോമതി നീ വേണ്ടാന്ന് പറയാ. ബാലൻ പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു. ഗോമതിക്ക് ആ പടയൊരു നാണക്കേടൊക്കെ തോന്നി. പക്ഷേ എങ്കില് ബാലനും ബാക്കി ആരും സമ്മതിച്ചില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോ ആനന്ദ് മുറിയിലേക്ക് വന്നു. ശ്രീദേവിയെ കണ്ടില്ല. ഇത്തിരി കഴിഞ്ഞപ്പോ ശ്രീദേവി മുറിയിലേക്ക് വന്നു. ആ സമയം ആനന്ദ് ചോദിച്ചു, എവിടെയായിരുന്നു? അല്ല, എനിക്ക് തോന്നി മിക്കവാറും നിന്റെ അച്ഛനോട് നീ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ പോയി കാണുമായിരിക്കുന്നല്ലേ. അത് കേട്ട് കഴിഞ്ഞപ്പോ ശ്രീദേവി ഇങ്ങനെ ഒരു അന്താളിപ്പോട് കൂടി ആനന്ദനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ആനന്ദേട്ടാ ഞാൻ പിന്നെ അച്ഛനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്ത് പറഞ്ഞു നിന്റെ അച്ഛൻ? പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ധർമ്മമാമൻ എങ്ങാനും നിന്റെ അഡ്രസ്സ് തപ്പി നിന്റെ വീട്ടിൽ ചെന്ന് കയറിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു, ഈ കല്യാണം മുടങ്ങും. മാമനും അച്ഛനും അല്ലേ ഈ സത്യങ്ങളൊക്കെ അറിയും. അങ്ങനെ എങ്ങാനും മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, പിന്നെ ധർമ്മമാമന്റെ ഈ കല്യാണം കൂടെ മുടങ്ങിയാൽ പിന്നെ വേറെ കല്യാണം ആലോചിക്കില്ലെന്നാ അച്ഛൻ പറഞ്ഞിരിക്കുന്നേ. പിന്നെ നിന്നെ ഞാൻ ബാക്കി വെച്ചേക്കില്ല. അയ്യോ ആണെന്നിട്ട് അങ്ങനൊന്നും പറയരുത്. ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞ് എങ്ങനെയെങ്കിലും എന്നെ ഈ കുരിക്കിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടുത്തി തരണമെന്നാ പറഞ്ഞേ, അല്ലാതെ ഞാൻ വേറൊന്നും പറഞ്ഞില്ല. അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കാല് പിടിച്ച് ഞാൻ പറഞ്ഞു. അതെ, എന്നെ സംശയിക്കരുത് ആനന്ദേട്ടാ. നിന്നെ സംശയിക്കാതിരിക്കാൻ ഞാൻ എന്താടി ഇത്രയൊക്കെ നീ ചെയ്ത് കൂട്ടിയത് പോരല്ലേ. ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ വിളിച്ച് പറഞ്ഞേരെ, ഇമാതിരി നാടകമായിട്ട് ഇനി എൻ്റെ അടുത്തേക്ക് വന്നേക്കരുതെന്ന്. എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിന്റെ ഒരു പരിഹാരം ഉണ്ടാക്കിയോണമെന്ന്. എന്റെ മാമന്റെ അങ്ങനെ കല്യാണം മുടങ്ങിയ എല്ലാത്തിനും ഞാൻ വന്ന് വെട്ടി നുറുക്കത്തുള്ളൂ. എത്ര കാലത്തിന് ശേഷമെന്നറിയാവോ എന്റെ മാമൻ ഈ കുടുംബത്തിലുള്ളവർ സന്തോഷിക്കുന്നേ. ഈ വിവാഹം നടക്കുന്നൊരു ശുഭാപ്തി വിശ്വാസത്തിലെല്ലാവരും. അത് മുടക്കാറുണ്ടല്ലോ. ആനന്ദേട്ടാ എന്നെ ഒന്ന് വിശ്വസിക്ക്, ഞാൻ പറയുന്നത് സത്യമായിട്ടുള്ള കാര്യങ്ങളാ. എനിക്ക് എങ്ങനെയെങ്കിലും മാമന്റെ കല്യാണം നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ കല്യാണം മുടക്കാനിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. അന്ന് എനിക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാ ഞാൻ ആ ജോലിക്ക് പോയത്. അല്ലാതെ ഞാൻ ആനന്ദേട്ടന് ആരെ ഒരിക്കലും പറ്റുകണമെന്നൊന്നും കരുതിയില്ല. എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. ഒരിക്കലും ഈ വിവാഹം മുടങ്ങാനായിട്ടൊന്നും പോകുന്നില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒന്ന് പരിഹരിച്ചു തരാം. അത് വേണം, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നീ അപ്പപ്പോ തന്നെ വിളിച്ചു പറയുന്നുണ്ടല്ലേ. അത് പിന്നെ ആനന്ദേട്ട അതുകൊണ്ടല്ല വിളിച്ചു പറഞ്ഞത്. ഈ പ്രശ്നം വളരെ രൂക്ഷമാണ് ആയിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തെ ബാധിക്കും, എന്നെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ടാണ് ഞാനതൊക്കെ വിളിച്ചു പറഞ്ഞത്. അല്ലെങ്കിൽ നിന്നെ ബാധിക്കൂടി. മാമന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. കല്യാണം കഴിയുന്നതോടുകൂടി നിന്റെ കാര്യത്തിലൊരു തീരുമാനമാവും. അതുവരെ ഉള്ളൂ നിന്റെ ഇവിടുത്തെ പൊറുതിയും കാര്യങ്ങളൊക്കെ. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എത്രയും പെട്ടെന്ന് തന്നെ ഈ പ്രശ്നപരിഹാരം ഉണ്ടാക്കണം. അതും പറഞ്ഞ് ആനന്ദ് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോവാണ്. ശ്രീദേവിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം ഓരോ പ്രശ്നങ്ങൾ മാറുമ്പോൾ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുക. ഇനിയിപ്പം തൻ്റെ അഡ്രസ്സ് തപ്പി പിടിച്ചെങ്ങാനും മാമൻ ചെന്നിട്ടുണ്ടെങ്കിൽ താനാന്നുള്ള കാര്യം അറിയും. അതോടുകൂടി എല്ലാം ജഗപോക, കാര്യത്തിനൊക്കെ തീരുമാനമാവും. ആ ഒരു ടെൻഷനിലായിരുന്നു ശ്രീദേവി. ഇതേ സമയം ആകാശും ധർമ്മനും എല്ലാവരും കൂടെ കടയിലാണ്. രാമേട്ടനും ഉണ്ട്. ധർമ്മനാണെങ്കിൽ ഭയങ്കര തിരക്കിട്ട ജോലിയിടാം. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, എന്റെ മാമന് ഇത്ര ആത്മാർത്ഥതയൊന്നും ആവശ്യമില്ല. ഇങ്ങനെ തടി കേടാക്കി ജോലി ചെയ്യല്ല. അടുത്ത ദിവസം കല്യാണം ഉള്ളതല്ലേ, ശരീരം പോന്ന് പറയണ. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, എടാ ഇതൊക്കെ എനിക്ക് ഈസി ആയിട്ടുള്ള കാര്യം. ഒരു ചാക്കെടുത്ത് തലേ വെച്ചേക്കുമായിരുന്നു. ഇതൊക്കെ എന്ത് എടാ, നീ പാവം അളിയനെ പറ്റിക്കാതെ ജോലി എടുത്ത് വല്ലതും കഴിക്കാൻ നോക്കടാ. അല്ലെങ്കിൽ നീ ഈടെയായിട്ട് ഇത്തിരി ഉഴപ്പാം. ആ സമയം അവൻ എന്ത് ചെയ്തു, ഒരു പഴം എടുത്ത് കഴിച്ചു. പഴത്തൊലി അങ്ങോട്ടേക്ക് എറിയുകയും ചെയ്തു ആകാശ്. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, നീ കുറച്ച് നാളായി എന്റെ അളിയനെ പറ്റിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഇതൊന്നും അങ്ങനെ ശരിയല്ല കേട്ടോ. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, മാമനെ ഒന്ന് ഉപദേശിക്കാന്ന് കരുതിയപ്പം മാമനങ്ങ് സഹിച്ചില്ല. അപ്പോഴേക്കും ധർമ്മൻ തലയിരുന്ന് ചാക്കിട്ടാൻ നിലത്തേക്ക് വെച്ചു. ആ സമയം രാമേടൻ ചോദിച്ചു, എന്താടാ ഭയങ്കര വെയിറ്റ് ആണോ ഇതിന്? പിന്നെ ഇതൊക്കെ വല്ല വെയിറ്റും ആണോ? ആകാശ് പറഞ്ഞു, പിന്നെ മാമൻ ഇതൊക്കെ ഈസി അല്ലേന്ന് പറയാം. അതേടാ എനിക്ക് ഈസി തന്നെയാന്നും പറഞ്ഞോണ്ട് ധർമ്മൻ ആ കെട്ടെടുത്ത് തലയിലേക്ക് വീണ്ടും വെച്ചു. രാമേട്ടൻ പറഞ്ഞാൽ അവിടെയല്ല, ദപ്ര കൊണ്ടേ വെക്കണമെന്ന് പറയാണ്. ഞാൻ കൊണ്ടേ വെച്ചാളാന്ന് പറഞ്ഞു. അതുമായിട്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് ആ പഴത്തൊലിയെ തെന്നി ഒറ്റ വീഴ്ചയായിരുന്നു നടുവും തെല്ലി. ചാക്കേട്ടൊക്കെ ഇട്ടാ പൊത്തോന്ന് പറഞ്ഞ് നിലത്തേക്ക് വീണു. അപ്പോഴേക്കും ആകാശം രാമേണ്ട് ഓടി വന്ന് പിടിച്ചെഴുന്നേപ്പിക്കാൻ തുടങ്ങണം ധർമ്മനെ. ധർമ്മം പറഞ്ഞു, എന്നാലും എന്നോട് ഈ ചതി വേണ്ടായിരുന്നടാ. നീ എന്ത് കാണിക്കാനാണ് ആ പഴം നിന്നിട്ട് ആ പഴത്തൊലി അവിടെ ഇട്ടത്? അയ്യോ ഞാൻ കരുതിയോ മാമൻ ഇത് ഈ വഴിക്കാ പോടേന്നുള്ള കാര്യം. എടാ ഞാനൊന്നും വെച്ച് തന്നാണ്ടല്ലോ. അയ്യോ ഇനി എന്ത് ചെയ്യും മാമൻ എങ്ങനെ കല്യാണം കഴിക്കും നടുവില്ലാതെ? അയ്യോ കിടന്ന കിടപ്പായി പോവോ? നിന്റെ കരുനാക്കൊന്നും വളക്കില്ലേടാ. രാമേട്ടൻ പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട ധർമ്മ, എഴുന്നേക്ക്. എനിക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, മാമൻ എഴുന്നേക്കാൻ പറ്റും, മാമൻ എഴുന്നേക്ക. നീ എന്റെ കയ്യെ തൊടരുത്, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴേക്കും
രാമേട്ടൻ പറഞ്ഞു, ഒന്ന് എഴുന്നേക്കാൻ പറ്റുമോ നോക്ക്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു വൈദ്യന്റെ അടുത്ത് പോവാം, വൈദ്യൻ തിരുമുമ്പ് ശരിയാക്കോളും. അല്ല, എത്ര ദിവസം വേണ്ടി വരും രാമേട്ട എന്ന് ധർമ്മൻ നിഷ്കളങ്കമായിട്ട് ചോദിക്കുകയാണ്. അത് കേട്ടപ്പം ആകാശോടും ചിലപ്പോ ഒരു 10-12 ദിവസം, ഇതേ ഒറ്റോണം ഇട്ട് തന്നാണ്ടല്ലോ. അതിന് മാമനോട് എഴുന്നേറ്റിട്ട് വേണ്ടേ എനിക്കിട്ട് ഇട്ട് തരാനായിട്ട്. ഒരു വ്യക്തി രാമേട്ടൻ പിടിച്ചെഴുന്നേപ്പിച്ചു, അവിടെ കസേരയിൽ ഇരുത്തുവാണ്. ആ സമയത്താണ് ധർമ്മന്റെ ഫോണിലേക്ക് മെസ്സേജ് വരുന്നത്. ആകാശ് പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കുകയാണ്. ആകാശ്, ആഹാ, ഇത് ഭാവി വധുവിന്റെ മെസ്സേജ് ആണല്ലോ വന്നേക്കെന്ന് പറയണേ. മെസ്സേജോ, ദൈവമേ, ഇത്ര പെട്ടെന്ന് അവിടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ, ഞാൻ വീണെന്ന്, എന്റെ നടുവ് പോയെന്ന്, ഇനി എങ്ങനെ കല്യാണം നടക്കും? അയ്യോ, അളിയനെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു കല്യാണാലോചന കൊണ്ടുവന്ന, ഇനിയിപ്പം നടുവില്ലാതെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ, എനിക്ക് എഴുന്നേറ്റ് പോയിരിക്കാൻ പറ്റില്ലല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യേണ്ടി ഈശ്വരന്മാരെ. ഒന്നും മിണ്ടാതിരിക്കും മാമ, ആദ്യം ഞാൻ ഈ മെസ്സേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. അതിന് നിങ്ങൾ ഇപ്പൊ വീണതല്ലേ ഉള്ളൂ, ഇപ്പോഴാ പെണ്ണിതൊന്നും അറിഞ്ഞു കാണത്തില്ല, കാര്യം എന്താ നോക്കട്ടെ എന്ന് പറഞ്ഞ് നോക്കുവാണ്. അപ്പോഴേക്കും അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു വോയിസ് മെസ്സേജാണ്. വോയിസ് മെസ്സേജിനകത്ത് പറഞ്ഞിരിക്കുന്നത്, അതെ ധർമ്മ, ഞങ്ങൾക്ക് ഇവിടെ ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് കളറാന്ന് പറയണം, ഞങ്ങൾക്കും അതനുസരിച്ച് സെലക്ട് ചെയ്യാനാ. അത് കേട്ടപ്പോൾ ധർമ്മൻ കൊള്ളാലോ എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്ത് ആകാശ് പിന്നെ ബാക്കിയും കൂടെ പ്ലേ ചെയ്യണം. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, അല്ലേ വേണ്ട എന്ന് പറയണേ. പിന്നെ ഒരു കാര്യം, അതെന്ത് കാര്യമായിരിക്കും? അപ്പോഴേക്കും ധർമ്മൻ ഒന്ന് ആക്റ്റീവായി. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പത്തിന് പിന്നെ ഗുഡ് നൈറ്റ് അത് പറഞ്ഞിട്ട് ആ വോയിസ് മെസ്സേജ് അങ്ങ് തീർന്നു. അപ്പോഴേക്കും ധർമ്മന്റെ മുഖമൊക്കെ അങ്ങോട്ട് പൂത്തളിഞ്ഞു. അത്ര സമയം നടുവിന് വേദനയാന്ന് പറഞ്ഞിരുന്ന ആളാ ഒറ്റ സെക്കൻഡ് കൊണ്ട് ധർമ്മൻ തുള്ളിച്ചാടുവാണ്. ആ ചാട്ടം കണ്ടു കഴിഞ്ഞപ്പോ രാമേണ്ണും ആകാശമൊക്കെ ഞെട്ടിപ്പോയി. ധർമ്മൻ പോലും ഓർത്തില്ല ധർമ്മൻ ആ സന്തോഷത്തിൽ കിടന്ന് തുള്ളിച്ചാടിയതാ. തനിക്ക് മെസ്സേജ് അയച്ച് ഗുഡ് നൈറ്റ് ഒക്കെ അയച്ചല്ലോ. രാമേട്ടൻ പറഞ്ഞേടാ, നിന്റെ നടുവിന്റെ പ്രശ്നമൊക്കെ പോയോ? അയ്യോ രാമേട്ട, ഞാനതൊന്നും മറന്നുപോയെന്ന് പറയണ. ഇത്രയ്ക്കേ ഉള്ളൂ. അപ്പോഴേക്കും ആകാശം പറഞ്ഞു, കൊച്ചു കള്ള, അപ്പൊ ഞങ്ങളെയൊക്കെ പറ്റിച്ചല്ലേ? അയ്യോ സത്യമായിട്ടും പറ്റിച്ചല്ല, എന്റെ നടുവിന് ഭയങ്കര വേദനയായിരുന്നു. വേദനയ്ക്ക് ഇപ്പൊ പമ്പ് കിടന്നു. മനസ്സിലായി. ഒരു പെണ്ണിന്റെ ഒരു വോയിസ് മെസ്സേജ് വന്നു കഴിഞ്ഞപ്പോഴത്തേനുവേ നടുവേനയൊക്കെ പോയ പോക്ക് കണ്ടോ? ഇങ്ങനെയാണ് കല്യാണം കഴിയുമ്പോ എന്തായിരിക്കും എന്റെ രാമേട്ട എന്നൊക്കെ പറഞ്ഞോണ്ട് ആകാശ് ധർമ്മനെ കളിയാക്കാണ്. ധർമ്മൻ ശരിക്കും നാണം കിട്ടും. ധർമ്മൻ പറഞ്ഞു, ഒന്ന് പോടാ അവിടുന്ന് പറഞ്ഞോണ്ട് ധർമ്മന് അങ്ങോട്ടേക്ക് പോയി. അതേസമയം കൃഷ്ണമംഗലത്ത് ധർമ്മന്റെ കല്യാണത്തിന് കൊടുക്കാനുള്ള ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തുകൊണ്ട് വന്നു. അനന്തനും അച്യുതനും അലോകം എല്ലാരും കൂടെ കൂടിയിട്ട് സാരിയും കാര്യങ്ങളൊക്കെ നോക്കുവാണ്. നന്ദിതയും രാജശ്രീയും കൂടെ രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നോയിക്ക് നന്ദി ചേച്ചി, നല്ല ഭംഗിയുണ്ട് ഇത് കാണാനല്ലേ? അതെ, നല്ല വില കൂടിയതാ. അപ്പോഴേക്കും അലോക് പറഞ്ഞു, വിലയൊന്നും ഞങ്ങൾ നോക്കിയില്ല, ദേ കൊച്ചന്റെ കല്യാണം അല്ലേ, അപ്പൊ നല്ല വില കൂടിയ തന്നെ ഇരിക്കട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു, അതുകൊണ്ടാണ് ഇത്ര വിലയുടെയൊക്കെ എടുത്തത്. അപ്പോൾ ഇന്ദിരാമ്മ ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് അനന്തം വെച്ചു, എന്താമ്മേ, അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി? അമ്മയുടെ മുഖത്തൊരു സന്തോഷമൊന്നും കാണുന്നില്ലോ. എടാ, കാര്യമൊക്കെ കാര്യം തന്നെ, ഈ വില കൂടിയ സാരിയും കാര്യങ്ങളും പളപല മിന്നുന്ന ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് അതിനേക്കാളും ഒക്കെ പ്രധാനം എന്റെ മക്കൾ തമ്മിലുള്ള ഒത്തൊരുമയാണ്. ധർമ്മനും നിങ്ങളും തമ്മിൽ ഒരിക്കലും വേർപിരിയാൻ പാടില്ല. നല്ല സ്നേഹത്തോടെ തന്നെ മുന്നോട്ട് പോകണം, അതാണ് എനിക്ക് ഏറ്റവും പ്രധാനം. അപ്പോഴേക്കും അച്യുതൻ പറഞ്ഞു, അത് പിന്നെ അമ്മ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ അവന് വാക്ക് കൊടുത്താൽ ഞങ്ങൾ ഈ കല്യാണത്തിൽ പങ്കെടുക്കുമെന്ന്, അതിനി ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഞങ്ങളുടെ മനസ്സിൽ അവനോട് ദേഷ്യവും വിദ്വേഷവും ഒന്നും ഇല്ലമ്മേ. ഞങ്ങൾ അവനെ അംഗീകരിച്ചു കഴിഞ്ഞ കാര്യല്ലേ? ഇന്ദിരാ പറഞ്ഞു, അതെ, എനിക്കത് മാത്രം കേട്ടാൽ മതി, എനിക്കത് കേൾക്കണ സന്തോഷം. അപ്പോഴേക്കും രാജശ്രീ പറഞ്ഞു, അല്ലെങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പത്തേനും ആ ബാലനുണ്ടല്ലോ, അച്യുതേട്ടൻ്റെ അനന്തേൻ്റെ ഒക്കെ വന്ന് കാല് പിടിക്കുവാണെങ്കിൽ അതോട് കൂടി തീർന്ന് രണ്ട് കുടുംബക്കാരും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ. അത് കേട്ടപ്പോൾ അച്യുതൻ രാജശ്രീനെ നോക്കി കണ്ണടച്ച് കാണിച്ചു, മിണ്ടല്ലെന്ന് പറയണം. പിന്നീട് അനന്തം വന്നിട്ട് ഇന്ദിരാമ്മയോട് പറഞ്ഞു, അമ്മ വിഷമിക്കൊന്നും വേണ്ട, എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിക്ക് തന്നെ നടക്കും. അപ്പോഴേക്കും അലോക് പറഞ്ഞു, അല്ല നാളെ അവിടെ കുറെ പ്രോഗ്രാമുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇന്ദിരാമ്മ പറഞ്ഞു, അതെ, കല്യാണത്തിൽ തലേദിവസമുള്ള പ്രോഗ്രാമുകളൊക്കെ, അതിനകത്ത് പങ്കെടുക്കണ്ടേ? അച്യുതൻ പറഞ്ഞു, അതിന് ഞങ്ങളെ കൊണ്ട് വരാൻ പറ്റുമെന്ന് തോന്നില്ല, ഞാനും അനന്തേട്ടനൊന്നും വരുന്നില്ല, കാരണം ഞങ്ങൾക്ക് കമ്പനി കുറെ ജോലികളുണ്ട്. അപ്പൊ ഇന്ദിരാമ്മ പറഞ്ഞു, എന്താടാ നിനക്ക് ദേഷ്യമാണോ? ദേഷ്യം ആയതുകൊണ്ടല്ലമ്മേ. അനന്തം പറഞ്ഞു, സമയം കിട്ടുവാണെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടേക്ക് വന്നേക്കാം, പിന്നെ കല്യാണത്തിന് എന്താണെങ്കിലും അവിടെ കാണും. അത് കേട്ടപ്പോൾ ഇന്ദിരാമ്മ പറഞ്ഞു, അത്രയും പറഞ്ഞല്ലോ, നല്ല കാര്യം തന്നെ, നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് വന്നാൽ മതി. ആ സമയം അച്യുതൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും പോയിക്കോ, ഞങ്ങൾ അങ്ങോട്ടേക്ക് സമയത്തിന് എത്തിയേക്കാന്നൊക്കെ പറയാണ്. അങ്ങനെ പറഞ്ഞെങ്കിലും അച്യുതന്റെ അനന്തന്റെ മനസ്സിലൊക്കെ വേറെ എന്തോ പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാരണം കല്യാണത്തിന് ശേഷം അവർക്കിട്ട് കൊടുക്കാൻ വെക്കുന്ന പ്ലാനാണെന്ന് അറിയത്തില്ല. ഇപ്പൊ ധർമ്മന്റെ കല്യാണം നടക്കട്ടെ എന്നൊരു ചിന്തയുണ്ട്, പക്ഷെ അങ്ങനെ ബാലിനെ വെറുതെ വിടാനായിട്ട് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേസമയം ഉദയഭാനു
ശ്രീകലയും കൂടെ സംസാരിക്കുകയാണ്. അപ്പോഴാണ് ഉദയഭാനുന്റെ ഫോണിലേക്ക് കോള് വരുന്നത്. അയ്യോ, ഇതാരാ? ഇത് അങ്ങേരാണല്ലോ എന്ന് പറയണ. ആരാ മനുഷ്യ? ഇതാ പലിശക്കാരനാ, എടുക്ക, അല്ലെങ്കിൽ അയാൾ ഇങ്ങോട്ടേക്ക് അരച്ചു കെട്ടി വരും. അങ്ങനെ ഒടുവിൽ ഉദയഭാനു കോൾ എടുത്തു. ആ, ഞാൻ അങ്ങോട്ടേക്ക് വരണമെന്ന് കരുതി ഇരിക്കണമായിരുന്നു. ആ, നീ ഇപ്പഴും ഇങ്ങോട്ടേക്ക് വരണ്ട. 25-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ്. 25-ാം തീയതി പൈസ തന്നില്ലെങ്കിലുണ്ടല്ലോ, പിന്നെ ഞാൻ അങ്ങോട്ടേക്ക് ഒരു വരവ് വരും. നിന്റെ അടക്കമായിരിക്കും പിന്നെ ഉണ്ടാകുന്നേ. അയ്യോ, തരൂന്ന് പറഞ്ഞാൽ ഞാൻ കൃത്യമായിട്ട് തരും. അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അങ്ങനെ തരണം, അല്ലെങ്കിലുണ്ടല്ലോ എന്നെ അങ്ങോട്ട് വീണ്ടും വരുത്തിച്ചേക്കല്ല എന്നും പറഞ്ഞ് പലിശക്കാരൻ കോള് കട്ട് ചെയ്തു. ഉദയഭാനു പറഞ്ഞു, ഒരു കാര്യം ഉറപ്പായി. എന്താ? അയാളുടെ പൈസ ലക്ഷങ്ങളുണ്ട് കൊടുക്കാൻ. അത് കൊടുക്കാൻ പറ്റില്ല. ഇനിയിപ്പം എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അയാൾ കൊല്ലൂന്നുള്ള കാര്യം ഉറപ്പായി. ഈ തവണ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതും പറഞ്ഞു ഉദയഭാനു പെട്ടെന്ന് ഓടി അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ശ്രീകല പിന്നാലെ എന്നു. എന്റെ മനുഷ്യ, എന്തെങ്കിലും കാണിച്ച അങ്ങയുടെ പൈസ ഒന്ന് കൊടുക്കാൻ നോക്ക്. അപ്പോഴേക്കും ഉദയഭാനു ഒരു പേനയും പേപ്പറും എടുത്ത് ഭയങ്കര എഴുത്താ. നിങ്ങൾ എന്താ മനുഷ്യ എഴുതുന്നേ? എന്റെ അന്ത്യാഭിലാഷങ്ങളൊക്കെ എഴുതുക. ഇനിയിപ്പോ അധിക ദിവസം ഇല്ലല്ലോ 25-ാം തീയതിക്ക്. അപ്പോഴേക്കും ശ്രീകല പറഞ്ഞു, ഇങ്ങനെ അന്ത്യാഭിലാഷം എഴുതിക്കൊണ്ടിരിക്കാതെ അയാളുടെ പലിശ എങ്ങനെയും പൈസ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കാൻ പറയണം. അപ്പോഴേക്കും ഉദയഭാനു പറഞ്ഞു, ആ എടി 25-ാം തീയതി അല്ലേ അവന്റെ കല്യാണം? ആ ധർമ്മന്റെ. അതെ, അങ്ങനെയാണ് നമുക്കൊരു പണി ചെയ്യാന്ന് പറയണം. എന്ത് പണി ചെയ്യാന്ന്? അതൊക്കെ ഉണ്ട്, അതിനുള്ള മാർഗമുണ്ട്. 25-ാം തീയതി നമ്മൾ ചില പണികൾ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അയാളുടെ പൈസ കൊടുക്കാൻ പറ്റും. ഇത് അവസാന പിടിവള്ളിയാണ് നമ്മുടെ. ഈ അവസാന പിടിവള്ളിയെ നമ്മൾ പിടിച്ചു കയറണം. ഒരു കളിയും കൂടെ കളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഉദയഭാനു ധർമ്മന്റെ കല്യാണത്തിന് ഒരു പണി വെക്കാൻ തന്നെ തീരുമാനിച്ചു. പണം ഉണ്ടാക്കാനായിട്ട് അവസാന കളിക്കായിട്ട് ഉദയഭാനു ഇറങ്ങാൻ തീരുമാനിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോ മീനാക്ഷി ധർമ്മന്റെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ പഠിക്കുകയാണ്. അപ്പോഴേക്കാണ് ആകാശം അങ്ങോട്ട് കയറി വരുന്നത്. ആകാശം വന്നിട്ട്, ഞാഹാ കൊള്ളാലോ, അപ്പൊ നീ ഒറ്റയ്ക്ക് നീ കളിക്കാൻ തീരുമാനിച്ചു എന്ന് ചോദിക്കുകയാണ്. എന്ത്? അല്ല, നീ സിംഗിൾ ഡാൻസ് കളിക്കാൻ? അപ്പൊ ആകാശില്ലേ? അതെ, ശ്രീദേവിയടുത്തി ആനന്ദേണ്ണും അതുപോലെ തന്നെ ആരിനും മിത്രയും അവരൊക്കെ കളിക്കും. പക്ഷെ നമ്മൾ രണ്ടുപേരും കളിക്കില്ല എന്ന് പറയണം. അതെന്താ? നിന്നോടൊപ്പം കളിക്കാൻ ഞാനൊന്നുമില്ല. നീ എന്നെ ഭർത്താവായിട്ട് കൂട്ടിയിട്ടില്ലോ. അപ്പൊ നമ്മൾ കപ്പിൾസ് അല്ലേ? കപ്പിൾസാന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. നിനക്ക് എന്നെ ഒരു വിലയില്ലല്ലോ. ഓ, അങ്ങനെയാണ് കാര്യം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി എന്നിട്ട് ആനന്ദിന്റെ ഒരു അടി കൊടുക്കണം. അപ്പോഴേക്കും ആനന്ദിന്റെ അല്ല, ആകാശിന്റെ അടി കൊടുക്കണം. അപ്പോഴേക്കും ആകാശം പറഞ്ഞു, ഇതേ ബോഡി ടച്ചിങ് ഒന്നും വേണ്ട, പിന്നെ ടച്ച് ചെയ്താലിപ്പോ എന്താ? ഇത്തിരി അങ്ങോട്ട് നീങ്ങി ചെന്നാൽ മതി. എനിക്ക് നല്ല കൺട്രോളും കാര്യങ്ങളൊക്കെയാ. ഓ, ആകാശിന് അത്ര വലിയ കൺട്രോളാണോ? അന്ന് അറിഞ്ഞിട്ട് എന്നെ കാര്യം. എന്റെ കണ്ണുകളിലേക്ക് ഇത്തിരി സമയം നോക്കിയേ. കണ്ണുകളിലേക്കോ? എന്തിന്? നോക്ക്. പിന്നെ നിന്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ടുണ്ട് ഇപ്പൊ എന്റെ കൺട്രോള് പോകുന്നായിരിക്കും പറയുന്നത്. വെറുതെയാ, ഒന്നും സംഭവിക്കില്ല, നമുക്കറിയാലോ. അങ്ങനെ മീനുന്റെ കണ്ണിലേക്ക് ആകാശം നോക്കുക. ഇത്തിരി സമയം നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ആകാശിനെ പിടിച്ചിരിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് ആകാശ് പോയ ബെഡിലേക്ക് ഇരുന്നു. ആ സമയം മീനു പറഞ്ഞു, എന്ത് പറ്റി? അത് പിന്നെ നിന്റെ മുന്നേ ഞാൻ തോറ്റു തന്നാ. പിന്നെ തോറ്റു തന്നു പോലും. അതെ, നമ്മക്കിടയിൽ തോൽവിയുടെ ജയത്തിനൊരു കാര്യമില്ല. നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ? എന്നിട്ടാണോ നീ എന്ത്? അല്ല, എന്നെ അടുപ്പിക്കാത്തെ അതോ? അത് ആകാശിന്റെ കയ്യിലിരിപ്പോണ്ടല്ലേ ചില സമയത്ത് ആകാശ് വഴി തെറ്റിപ്പോവും. അപ്പൊ എനിക്ക് നേരെയാക്കാനായിട്ട് ഇങ്ങനെ ചില വിദ്യകളൊക്കെ പ്രയോഗിച്ചാൽ മതിയാവുള്ളൂ. അറിയാലോ, നമ്മൾ തമ്മിൽ എപ്പോഴും നല്ല ഭാര്യ ഭർത്താക്കന്മാർ തന്നെയായിരിക്കും എന്ന് പറയണം. സത്യമാണോ? സത്യമാണെന്ന് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കണ്ണിക്കണ്ണി നോക്കിയിരിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.